ഗുണ്ടാ നേതാവ് ആലുവ അതുൽ വധക്കേസിലെ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊലപാതകം നടന്ന കരുനാഗപ്പള്ളി പുതിയകാവിലെത്തിച്ചാണ് അന്വേഷണ സംഘം നിർണായകമായ തെളിവുകൾ ശേഖരിച്ചത്. 10 പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യലായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, അന്ന് CCTV ദൃശ്യങ്ങൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ട്. വളരെ അതിക്രൂരമായ കൊലപാതകമാണെന്ന് നടന്നത്. പോലീസ് പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പൂർണ്ണമായും തെളിവ് ശേഖരണം നടന്നിട്ടുണ്ടോ? രാവിലെയാണ് ഈ ആലുവ അതുൽ കൊലക്കേസുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് നടന്നത്. അതായത് ഈ കരുനാഗപ്പള്ളി പുതിയകാവിനിടയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മാർച്ച് 14-ാം തീയതി ഇതേ സ്ഥലത്താണ് ഈ 10 പ്രതികളെയും, അതായത് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും തെളിവെടുപ്പിനുമായി കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇവരെ എത്തിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും മറ്റ് സുരക്ഷാ കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയ ശേഷമാണ് ഇന്ന് ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. കാരണം മറ്റൊരു തരത്തിലുള്ള ഭീഷണി കൂടെ നിലനിൽക്കുകയാണ്. ആലുവ അതുലിന്റെ സംഘം പ്രതികാരം ചെയ്യുമോ എന്നുള്ള ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ തെളിവെടുപ്പ് നടന്നത്. ഈ കേസിൽ 11 പ്രതികളാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇതിൽ ആദ്യം തന്നെ 10 പ്രതികൾ അറസ്റ്റിലാകുന്നു. ഇവരിൽ നേരിട്ട് കൃത്യത്തിൽ ഏർപ്പെട്ടവർ 6 പേരാണ്. ബാക്കി കൂട്ടുപ്രതികളടക്കം അറസ്റ്റിലായിട്ടുണ്ട്. ഏതായാലും ഈ സംഭവത്തിന് പിന്നാലെ തന്നെ പോലീസ് ഇവരെ പിന്തുടർന്നെത്തി കോട്ടയത്ത് നിന്നൊക്കെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ ഗുണ്ട കുടിപ്പക, അതായത് നേരത്തെ ജിം സന്തോഷ് കൊല്ലപ്പെട്ടു. അതിനുശേഷം അനീർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ആക്രമണം അതുലിന്റെ ഭാഗത്തു നിന്ന് നേരിടേണ്ടി വന്നു. അതിന് പ്രതികാരം ചെയ്തതാണ് ഈ കൊലപാതകം എന്നുള്ളതാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ പ്രതികളെ സംബന്ധിച്ചിടത്തോളം കടത്തൂർ സംഘം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഈ 10 പ്രതികളും ഈ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അതായത് ഈ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് പോലീസ് ഇവരെ നേരത്തെ തന്നെ ഇവിടേക്ക് എത്തിച്ചിരുന്നു എന്നുള്ളതാണ്. എന്തായാലും വലിയ സുരക്ഷയോടുകൂടിയാണ് ഈ സ്ഥലത്തെത്തി ഈ കാർ കിടന്ന ഇടത്ത്, അതായത് ഒരു അതുലിന്റെ കാറും അതോടൊപ്പം തന്നെ അതിന് പിന്നിൽ വന്ന ഒരു ഇന്നോവ കാറും ഉണ്ടായിരുന്നു. അന്ന് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയ ശേഷം പുതിയകാവ് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ വാഹനം ഇന്നോവ കൊണ്ട് ഇടിച്ചിടുകയും ഈ ദേശീയപാതയിലെ കുഴിയിലേക്ക് ഇടിച്ചിടുകയും അവിടെ വെച്ച് തന്നെ അതുലിനെ ഈ വടിവാളുമായി ഇറങ്ങിയ സംഘം വെട്ടി കൊലപ്പെടുത്തുകയുമായിരുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ്. ശരി മനോജ്.